നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാംസവും മധുരസാധനവും തേനും ഇഷ്ടമായിരുന്നുവെന്ന് ഹദീസുകളിൽ പറയുന്നുണ്ട്. ഈ 3 വസ്തുക്കൾ ആഹാരങ്ങളിൽ ഉത്തമവും ശരീരത്തിനും കരളിനും അവയവങ്ങൾക്കും ഏറ്റവും പ്രയോജനകരവുമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ ഇഹപര കൂട്ടാനുകളിൽ, കറികളിൽ നേതൃകൂട്ടാൻ മാംസമാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ദുനിയാവിലെ നേതൃഭക്ഷണം മാംസവും അരിയുമാണ്. അല്ലാമ അസ്ഹരി പറയുന്നു, മാംസഭോജനം 70 ശക്തി വർദ്ധിപ്പിക്കും. 40 ദിവസം അതുപേക്ഷിച്ചാൽ അവൻ്റെ പ്രകൃതം മോശമാകും. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ആഹാരയോഗ്യതയുടെയോ ശരീരത്തിൻ്റെ പ്രയോജനത്തിൻ്റെയോ നിലയ്ക്ക് നോക്കുമ്പോൾ മാംസമാണ് ശ്രേഷ്ഠം. ശരീര പോഷകം എന്ന നിലയ്ക്കും മുഖ്യാഹാരധാന്യങ്ങളാൽ നിർമ്മിതമെന്ന നിലയ്ക്കും ഖുബ്സ് അഥവാ റൊട്ടിയാണ് ശ്രേഷ്ഠം. ഇക്കാരണം കൊണ്ട് ഫിത്ർ സക്കാത്തിൽ മാംസം പര്യാപ്തമാവുകയില്ല.